2 മാസത്തിനുള്ളിൽ അമേരിക്കയുടെ സാമ്പത്തിക ശേഷി വളരെ ദുർബലമാകും. പെൻറ്റഗണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൈനിക ബലം കുറയുന്ന സാഹചര്യം വരും. അതായത് ലോകശക്തിയെന്നും ലോകത്തെ നിയന്ത്രിക്കുന്ന രാജ്യമെന്നും വിളിപ്പേരുള്ള അമേരിക്ക അവരുടെ സാമ്പത്തിക ഭദ്രത ഞെരുക്കത്തിലാണ് എന്നുള്ള റിപ്പോർട്ട് അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തകർച്ചയിലേക്ക് കൊണ്ടുപോവുകയാണ്. മുൻപ് ഡൊണാൾഡ് ട്രംപിൻ്റെ വൈസ് പ്രസിഡന്റായിരുന്ന മൈക്ക് പെൻസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ട്രംപ് വിരലി പിടിച്ച ഒരു നേതാവാണ്. അയാൾ എന്താണ് ചെയ്യുക, അടുത്ത നിമിഷം എന്തൊക്കെയായിരിക്കും ചെയ്യുക എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. അയാളെ വിശ്വസിച്ച് ആർക്കും ഒപ്പം നിൽക്കാനും കഴിയില്ല എന്ന് മൈക്ക് പെൻസ് മുൻപ് തന്നെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ അമേരിക്ക ആ രീതിയിലുള്ള സ്വയം നാശത്തിലേക്ക് കൂപ്പുകുത്താൻ വേണ്ടിയുള്ള ശ്രമമാണോ നടത്തിവരുന്നത് എന്ന ചോദ്യം പലയിടത്തു നിന്നും ഉണ്ടാവുകയാണ്. ഇതിനിടയിൽ മിഡിൽ ഈസ്റ്റിലുണ്ടാകുന്ന പുതിയ രാഷ്ട്രീയ സഖ്യം അത് അമേരിക്കയ്ക്ക് ഏറെ ദോഷകരമാണ്, ഗുണം ചെയ്യില്ല. GCC രാജ്യങ്ങൾ അമേരിക്കയെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഇറാൻ കയറി ആക്രമിച്ചതും ആ സമയത്ത് GCC രാജ്യങ്ങളാകെ അന്തം വിട്ടു നിന്നതും നമുക്കറിയാം. ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ ഇസ്രായേലിനെ അവസരം പാർത്തു നിൽക്കുക തന്നെയാണ്. ഏതു സമയത്താണ് ഇസ്രായേലിന് തിരിച്ചടി കിട്ടുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം.